സ്ത്രീധന പീഡനത്തെ തുടർന്ന് കല്ലുംപുറം സ്വദേശിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിമൻസ് ജസ്റ്റിസ് നേതാക്കൾ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി അബ്ദുൽ ബഷീറിനെ സന്ദർശിച്ചു. സബീനയുടെ കേസിലെ മുഖ്യപ്രതിയെ ഉടൻ പിടികൂടുമെന്ന് കുന്നംകുളം ACP ഉറപ്പു നൽകിയതായി വിമൻസ് ജസ്റ്റിസ് നേതാക്കൾ അറിയിച്ചു. കോടതി ജാമ്യം നീട്ടിക്കൊടുക്കാതിരുന്ന മുഖ്യപ്രതിയാണ് കോടതി വ്യവസ്ഥകൾ ലംഘിച്ച് കീഴടങ്ങാതിരുന്നത്. പ്രതി വിദേശത്തേക്ക് കടന്നതായാണ് സൂചന. സബീനയുടെ നീതിക്കായി തുടക്കം മുതലേ പരിശ്രമിക്കുന്ന വിമൻസ് ജസ്റ്റിസ് സംസ്ഥാന സെക്രട്ടറി റുക്സാന ഇർഷാദിന്റെ നേതൃത്വത്തിലാണ് സംഘം ACP ഓഫീസ് സന്ദർശിച്ചത്. സബീനയുടെ മരണത്തിനുത്തരവാദികളായ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കുന്നതിന് ശ്രമിക്കുമെന്നും ACP പറഞ്ഞു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷക്കീല കരിങ്ങനാട്, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആസിയ അനീസ്, പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ഫൗസിയ അബുല്ലൈസ്, കടവല്ലൂർ പഞ്ചായത്ത് കൺവീനർ മൈമൂന കുഞ്ഞിബാപ്പു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കല്ലുംപുറം സ്വദേശി പുത്തൻപീടികയിൽ സൈനുലാബിദിന്റെ ഭാര്യ 25 വയസ്സുള്ള സബീനയെയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 6 വയസ്സുകാരനായ മൂത്ത മകനെ രാവിലെ മദ്രസയിൽ പറഞ്ഞയക്കുകയും 2 വയസ്സുകാരനായ മകനെ ഉറക്കിക്കിടത്തിയതിനു ശേഷമാണ് യുവതി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. യുവതിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. ആ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഭർത്താവിൻ്റെ മാതാവും പിതാവും ഒക്കെ അവർക്കെതിരെയുള്ള ജാമ്യം തള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷം ഈ ഭർത്താവിൻ്റെ പിതാവ് ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇവരെല്ലാവരും ഇങ്ങനെ മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്കെതിരെ ഒരു നടപടികളും ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ ശക്തമായിട്ട് സ്ത്രീധനത്തിനെതിരെ നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ പൊതുപണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ സ്ത്രീധനത്തിനെതിരെ അവയർനെസ് പ്രോഗ്രാമുകളും മറ്റുമൊക്കെ നടത്തുമ്പോഴും ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യത്തിന് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള നിരപരാധിയായിട്ടുള്ള ഒരു പെൺകുട്ടി കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ മരിക്കാനിട വരുമ്പോൾ അവരെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ജാമ്യം തള്ളിയതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടികളും ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിയമങ്ങൾ, ഈ നിയമ പോരാട്ടങ്ങൾ ജയിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഇവിടെ കുറ്റകൃത്യങ്ങളുടെ വ്യാപകമായിട്ട് വർദ്ധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് ACPയുടെ ഓഫീസിൽ വന്നു ACP ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് ഇതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിക്കും, അവർ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും അവർ സ്വീകരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ കർശനമായിട്ട് ഈ നിയമം നടപ്പിൽ വരുത്താനുള്ള കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള കർശന നടപടികൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതില്ല എങ്കിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് വരുമെന്നാണ് ഞാൻ പറയുന്നത്.